ഹലോ, വെൽക്കം ബാക്ക് ടു എലൈന ആൻഡ് ജിയോ. ഇപ്പോൾ നമ്മളുള്ളത് ഡൽഹിയിലെ ജൻപത് മാർക്കറ്റിലാണ്. ജൻപത് മാർക്കറ്റിൽ കുറേ വീഡിയോസ് എല്ലാം നമ്മൾ കണ്ടിട്ടാണ് നമ്മളിവിടേക്ക് വന്നിരിക്കുന്നത്. വന്ന ഉടനെ കണ്ടത് കൂളിംഗ് ഗ്ലാസ് ആണ്. അപ്പോൾ ജിയോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്, ജിയോനത് പറ്റുമോ ഇല്ലയോ എന്ന്. അവസാനം അവനൊരെണ്ണം വാങ്ങി. പിന്നെ ഞങ്ങൾ വന്ന സമയം രാവിലെ ആയിരുന്ന കാരണം ഷോപ്പുകളെല്ലാം തുറന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ചിലവരെല്ലാം അവരുടെ സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തു വെച്ച് സെറ്റപ്പാക്കി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓരോ കടകളിലും ഞങ്ങളിങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. ഇപ്പോൾ ഈ കട കാണുന്നത് കുറേ ക്ലോത്ത്സിൻ്റെ കടകളാണ്. നമുക്ക് കാണുന്ന പോലെ ട്രഡീഷണൽ ക്ലോത്ത്സ് വുളണിലുണ്ടായിരിക്കും, അതുപോലെ കോട്ടണിലുണ്ടായിരിക്കും. പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സെല്ലാം ഞങ്ങൾക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൂടുതലും പാറ്റേൺ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. പിന്നെ എല്ലാ കടകളും എല്ലാ ഓർഡറിലൊന്നും അല്ല ഉള്ളത്. ഇപ്പോൾ തുണികളുടെ കടകളാണെങ്കിൽ ഫുൾ തുണികളല്ല, ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളുടെ കടകൾ, വാച്ചുകൾ, അതെല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ടായിരിക്കണേ. അപ്പോൾ നമുക്ക് വേണ്ടത് നമുക്ക് നടന്ന് നമുക്ക് ചൂസ് ചെയ്യാം. കുറേ ഒരു ഏരിയയിൽ ശരിക്കും ഒരു സ്ട്രീറ്റിൻ്റെ ഒരു സൈഡിൽ ഓരോ കടകളായിട്ടാണ് ഇരിക്കണേ. എല്ലാ കടയിലും കാണുമ്പോൾ നമുക്ക് കയറി ഇറങ്ങി നിരങ്ങാൻ തോന്നുമെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കിട്ടണമെന്നില്ല. പിന്നെ വേറൊരെണ്ണം എനിക്ക് തോന്നിയത്, ഈ കടകളിലൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല. നമുക്കൊരു ഊഹത്തിന് വെച്ച് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വാങ്ങിക്കാനേ പറ്റുള്ളൂ. നമുക്ക് വീട്ടിൽ വന്ന് മാത്രമേ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാണുന്ന ടോപ്പ് ഞങ്ങൾ വാങ്ങിയിട്ടോ. ഇത് അന്നയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ വൈറ്റിൽ ബ്ലൂ കളറിലുള്ളത് അന്നയും വാങ്ങി, ഈ വൈറ്റിൽ റെഡ് ഞാനും വാങ്ങി. ഇതും നമുക്കവിടെ ട്രൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ ഷോൾഡറൊക്കെ ഒന്ന് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളത് വാങ്ങി. പിന്നെ കുറേ ഉണ്ടായിരുന്നു, ഈ ചിക്കൻ കാരി വർക്കുള്ള കുറേ കുർത്തീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഞങ്ങൾ വാങ്ങിയത്. പിന്നെ ചെരുപ്പിൻ്റെ കടയുടെ ഫ്രണ്ടിൽ വലിയൊരു ചെരുപ്പൊക്കെ ഒരു ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ട്രീറ്റിൻ്റെ ഒരു സൈഡിൽ കൂടെ നമ്മളങ്ങ് നടന്നു കഴിഞ്ഞാൽ കുറേ ജ്വല്ലറീസ്, കമ്മലുകൾ, മാലകൾ, ഇതെല്ലാം കാണും. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഇവരുടെ പ്രൈസിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. കാരണം ഇവർ നമ്മുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഇത് കുറേ കുറയ്ക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇവർ വില കയറ്റി പറയും. അപ്പോൾ നമുക്ക് ശരിക്കും ഹിന്ദി അറിഞ്ഞാലേ നമുക്ക് ബാർഗെയിൻ ചെയ്ത് നമുക്കവിടെ വിജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഷോളുകളുണ്ട്, ചെരുപ്പുകളുണ്ട്, ജൂത്തീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതെല്ലാം വാങ്ങിക്കാം. ഇതിപ്പോൾ അന്ന ഒരു ബ്ലാക്ക് ജൂത്തീസ് കണ്ടപ്പോൾ ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ അവൾക്കത് അത്ര കംഫർട്ടബിൾ അല്ലാത്ത കാരണം അവളത് വാങ്ങിയില്ല. കയറുന്ന എല്ലാ കടകളിൽ നിന്ന് നമുക്ക് വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്കിഷ്ടമായ മാത്രം വാങ്ങിയാൽ മതി. ഇതിപ്പോൾ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ടോപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന നോക്കിയതാണ്, അത് അവൾ എടുത്തു. പിന്നെ ഫോൺ കേസസ് ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ സാംസങ്ങിനുള്ള ഫോൺ കേസ് കിട്ടി, പിന്നെ അന്നയുടെ ഐഫോണിനുള്ള ഫോൺ കേസ് കിട്ടി. പിന്നെ ഇയാൾ ഇവിടെ ഇങ്ങനെ വെള്ളം തളിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ പൊടിയെല്ലാം ഒന്ന് താഴെ കിടക്കാനാണ് തോന്നുന്നത്. പിന്നെ ജ്വല്ലറീസ് നിറയെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ എല്ലാ ജ്വല്ലറിയും കൂടി കാണുമ്പോൾ നമ്മുടെ കണ്ണും ശരിക്കും മഞ്ഞളിച്ച് പോവും. നമുക്ക് ഏതെടുക്കണമെന്ന് ശരിക്കും ഒരു കൺഫ്യൂഷൻ വരും. പക്ഷെ ആ ഒരു സമയം നമ്മൾ അതിജീവിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്താൽ വീട്ടിലെത്തി നോക്കിക്കഴിഞ്ഞാൽ നല്ല പിക്കായിരിക്കും അത്. പിന്നെ ഈ കാണുന്നത് ശരിക്കും സാൻഡലുകളുടെ ഒരു മൗണ്ടൻ. അവരിങ്ങനെ വലിച്ചെറിഞ്ഞ പോലെ കൂന കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് നമ്മളൊന്നും വാങ്ങിയില്ല. പിന്നെ അടുത്തത് ഈ സൽവാറിൻ്റെ ടോപ്പുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അത് ഈ വുളൻ മെറ്റീരിയലിലും ഉണ്ടായിരുന്നു, കോട്ടൺ മെറ്റീരിയലിലും ഉണ്ടായിരുന്നു. കൂടുതലും ഈ ചിക്കൻ കാരി വർക്കുകളൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. എല്ലാം പാറ്റേൺസ് ആയിരുന്നു. പ്ലെയിൻ ആയിട്ടുള്ള കുർത്താസ് എല്ലാം വളരെ കുറവായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് മാത്രമേ നമ്മൾ വാങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വലിയൊരു ഷോപ്പിംഗ് ബാഗ് കൈ പിടിച്ച് നമ്മൾ വാങ്ങിക്കുന്നതെല്ലാം അതിലിട്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മളെല്ലാവരും ഈ ബാഗ് മാറി മാറി പിടിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ കാണാം കടകളൊന്നും എല്ലാം തുറന്നിട്ടില്ല, എല്ലാവരും സെറ്റപ്പായി വരുന്നേ ഉള്ളൂ. ഈ സ്ട്രീറ്റെല്ലാം വൈകുന്നേരം ആകുമ്പോഴേക്കുമാണ് നല്ല ഫുൾ സ്വിങ്ങിൽ ബിസി ആവുക. ഇപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ പതിയെ എല്ലാം തിരക്ക് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ വന്ന സമയത്തിനേക്കാളും തിരക്ക് കൂടി. അപ്പോൾ ഞങ്ങളിവിടെ ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് വേണ്ടത് നോക്കിയെടുക്കാൻ അത്രയും സമയം എടുക്കും. നമുക്ക് ധൃതി പിടിച്ചൊന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, ഇവിടെ ലേഡീസിനും ഗേൾസിനൊക്കെയാണ് ക്ലോത്ത്സ് കൂടുതൽ, ബോയ്സിനും ഒക്കെ വളരെ കുറവാണ് ക്ലോത്ത്സ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ലേഡീസൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഇത് ഞാൻ ബാർഗെയിൻ ചെയ്യുന്നതാണ് അവിടെ കാണുന്നത്. നമുക്ക് ശരിക്കും ഭാഷ അറിഞ്ഞാൽ നന്നായി ബാർഗെയിൻ ചെയ്ത് നമുക്ക് വാങ്ങിക്കാം.
ഇതിപ്പോൾ അന്നയ്ക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കുർത്ത സെലക്ട് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. അവൾക്ക് റെഡാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഇത്രയും പാറ്റേൺ വേണോ അതോ റെഡിൽ തന്നെ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ളത് വേണോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് അത് തന്നെ വേണമെന്നാണ് അവൾ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ അത് സെലക്ട് ചെയ്തെടുക്കുമായിരുന്നു. അത് ആക്ച്വലി ഞങ്ങൾ വീട്ടിൽ വന്ന് ട്രൈ ചെയ്തപ്പോൾ അവൾക്ക് ശരിക്കും നല്ലതായിരുന്നു. ഷോപ്പുകളെല്ലാം നിറയെ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ കുറച്ചും കൂടി ഒരു പാർട്ടി വെയർ പോലെയുള്ള സൽവാർസ് എല്ലാം 3 പീസ് സെറ്റിൻ്റെ ആയിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടയേർഡായിപ്പോയി. കാരണം നമുക്ക് ഇങ്ങനെ സ്ട്രീറ്റിലെല്ലാം നടന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്കധികം ഇല്ലല്ലോ. കുറച്ചും കൂടി എനർജി ആയിട്ട് ഇവിടെ വരേണ്ടിയിരുന്നതായിരുന്നു എന്ന് പിന്നെ തോന്നി. പിന്നെ ഇങ്ങനെ നോക്കിയെങ്കിലും പിന്നെ കൂടുതലും വിൻ്റർ വെയർ ആയിരുന്നു. നമുക്കിപ്പോൾ വിൻ്റർ വെയറിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ വാങ്ങിച്ചില്ല. ജീൻസും എല്ലാം ഉണ്ടായിരുന്നു. സാധനം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ വിൻ്റർ വെതർ വരാൻ പോവാം. അപ്പോൾ വിൻ്റർ വെതറിനായിട്ട് ചുരിദാർ വരെ അവർ നല്ല വെൽവെറ്റ് ടൈപ്പായിട്ട്. അന്ന പറഞ്ഞ പോലെ ചുരിദാറെല്ലാം വെൽവെറ്റ് മെറ്റീരിയലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വേറെയും ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളതൊന്നും എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പലാസോ വാങ്ങിക്കാൻ വേണ്ടി പോയി. അവിടെ പ്ലെയിൻ ആയിരുന്നില്ലേ, അതിലും മുകളിൽ മുഴുവൻ ത്രെഡ് വർക്കായിരുന്നു. അപ്പോൾ അതിങ്ങനെ മേത്തിങ്ങനെ തട്ടുമ്പോൾ കുത്തുന്ന പോലത്തെ ഒരു ഫീല് കാരണം ഞങ്ങളത് വാങ്ങിക്കണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് അവസാനം അത് ഞങ്ങൾ എടുത്തില്ല. ഇത്രയൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും ഞങ്ങളുടെ ഫുൾ എനർജിയും ഡ്രെയിൻഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ തിരിച്ചു പോവാം. ഞങ്ങൾ വന്ന കാറ് അവിടെ പാർക്കിംഗ് ലോട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും എൻ്റെ അടുത്ത് ഞാനാണ് ഏറ്റവും കൂടുതൽ സമയം കളയണേ, അമ്മ മുമ്പിൽ നടക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പിൽ പോകാൻ വേണ്ടി എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പം നിങ്ങൾക്ക് കാണാം, ശരിക്കും നല്ല ക്രൗഡായി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു ഡൽഹിയൊക്കെ ഒന്ന് ആക്റ്റീവായി വരാനൊരു 12 മണി 1 മണി ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഈ വഴിക്കാണ് വരുന്നത്. ഞങ്ങളാണെങ്കിൽ തിരിച്ചു പോവുക. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഞങ്ങളുടെ ഡൽഹിയിലുള്ള ജൻപത് മാർക്കറ്റിലെ ഒരു എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്തത്. ഞങ്ങൾ വരുന്നതിന് മുമ്പ് കുറേ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിൽ കണ്ടിട്ടുള്ള പല സാധനങ്ങളും ഞങ്ങൾക്കിവിടെ കാണാൻ പറ്റി. ഫോർ എക്സാമ്പിൾ പേഴ്സ്, വാലറ്റ്, ജൂത്തീസ് അങ്ങനെ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ എത്ര ബാർഗെയിൻ ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് കിട്ടും. നമുക്ക് ലാംഗ്വേജ് അത്ര വശമില്ലാത്ത കാരണം നമുക്ക് അത്രയും ഒരു ലാഭത്തിന് കിട്ടിയോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല പറയാൻ. പിന്നെ അപ്പം ഉണ്ടായിരുന്ന കാരണം ഹിന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ചൊക്കെ പിടിച്ചു നിന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം വെറും ബേസിക്കായി പോയേനെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാനെല്ലാം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം പറയാൻ മറന്നു, ഞങ്ങൾ ഇന്നൊരു പേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പേഴ്സല്ല ആക്ച്വലി, അതൊരു ബാഗ് ടൈപ്പ് സ്ട്രിങ്ങിൽ ഉള്ളൊരു ബാഗ് പോലത്തെയാണ്. അതും ഞങ്ങൾ മുമ്പ് റെഫർ ചെയ്തിരിക്കുന്ന വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അവരുടെ അടുത്ത് പൈസ ചോദിച്ചപ്പോൾ അവർ നമ്മുടെ അടുത്ത് 1000 രൂപ എന്നാണ് പറഞ്ഞത്. ആ പേഴ്സിൻ്റെ ഫോട്ടോ ഞാനിവിടെ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതേത് പേഴ്സാണ്. പക്ഷേ നമുക്കത് 1000 രൂപയ്ക്ക് വാങ്ങിക്കാനുള്ള ഒരു വേർത്ത് ഉണ്ടെന്ന് തോന്നിയില്ല. ഞങ്ങളത് 400 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അത് ഭയങ്കര ഒരു ചൂടേറിയ ബാർഗെയിനിങ് ആയിരുന്നു അവിടെ നടന്നത്. എന്നിട്ട് അവസാനം നമ്മൾ വേണ്ട ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ ആ ലേഡി പിന്നാലെ വന്ന് നമ്മുടെ അടുത്ത് നിന്ന് നിങ്ങൾ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നു. 500 തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെയും ബാർഗെയിൻ ചെയ്ത് അത് 400-നാക്കി. എനിക്ക് തോന്നുന്നു ശരിക്കും ഭാഷയെല്ലാം നല്ല വശമായിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടിയും പൈസ കുറച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് മാത്രമാണ് ഇവിടെ ഒരു പ്രശ്നമായിട്ടുള്ളൂ. നമുക്ക് ആ ബാർഗെയിനിങ് വരുമ്പോൾ നമ്മുടെ സൈഡ് ഒന്ന് വീക്കായി പോവും. പക്ഷേ 2-3 ദിവസം നമ്മൾ ഈ പണിക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മളിതിൽ നല്ല സർവ്വകലാവല്ലഭരായി മാറാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. നമ്മളിപ്പോൾ ഏതാണ്ട് കാർ പാർക്കിൽ എത്താറായി. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ ചേട്ടൻ കാറായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ബായ്.